ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് അഭിപ്രായം? അത് നിങ്ങളുടെ യജമാനനാണോ അതോ അടിമയാണോ? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്ന് മിക്കവരും പറഞ്ഞേക്കാം. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങൾക്കത് ദോഷം ചെയ്യാൻ അതിനാകും. ടെക്നോളജി എങ്ങനെയാണ് ദോഷം ചെയ്യുന്നത്? അകലെ താമസിക്കുന്നെങ്കിലും അടുപ്പം നിലനിർത്താൻ ഇന്ന് അനേകം ടെക്സ്റ്റ് മെസ്സേജുകളും ഇമെയിലുകളും വീഡിയോ കോൺഫറൻസും സോഷ്യൽ മീഡിയയും എല്ലാം ഉപയോഗിക്കുന്നു. അതെ, ടെക്നോളജി അവർക്ക് വലിയൊരു സഹായമാണ്. എന്നാൽ ടെക്നോളജിയെ മാത്രം ആശ്രയിച്ച് സൗഹൃദങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്ന ചിലർ സഹാനുഭൂതി കാണിക്കാതിരുന്നേക്കാം. ഒരുപക്ഷെ ഒറ്റപ്പെടൽ അനുഭവിച്ചേക്കാം. ഇനിയും സ്വന്തം കാര്യത്തിന് മാത്രം ശ്രദ്ധ നൽകിയേക്കാം. സഹാനുഭൂതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ്? മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് ആവശ്യമായ സഹായം കൊടുക്കുന്നതാണ് സഹാനുഭൂതിയിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ ചിന്തിക്കാൻ സമയം വേണം. എന്നാൽ തുടരെ വരുന്ന മെസ്സേജുകളും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും എല്ലാം നോക്കുന്നതിനിടയ്ക്ക് അതിന് സമയം കിട്ടണമെന്നില്ല. ടെക്നോളജി നമ്മെ നിയന്ത്രിക്കുകയാണെങ്കിൽ വരുന്ന മെസ്സേജുകൾക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാൻ മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ സുഹൃത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കാൻ നമുക്കാവില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ടെക്നോളജി ഉപയോഗിച്ച് സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സഹാനുഭൂതി കാണിക്കാൻ കഴിയും? ഇതിനെക്കുറിച്ചൊരു ബൈബിൾ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവസാനമായി നിങ്ങൾ എല്ലാവരും ഐക്യവും സഹാനുഭൂതിയും സഹോദരപ്രിയവും മനസ്സലിവും താഴ്മയും ഉള്ളവരായിരിക്കുക എന്നാണ്. 1 പത്രോസ് 3:8. ഇനിയും ഒറ്റപ്പെടൽ അനുഭവിക്കാൻ ഇടയാക്കുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നേരം നോക്കിക്കഴിയുമ്പോൾ പലർക്കും വിഷമങ്ങളും ആകുലതകളും ഉണ്ടാക്കുന്നതായി ഒരു പഠനം കണ്ടെത്തി. ഗവേഷകർ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ചിത്രങ്ങളും പോസ്റ്റുകളും ഒക്കെ കാണുമ്പോൾ എനിക്കൊന്നും നേടാനായില്ലല്ലോ എന്ന ചിന്ത പലർക്കും ഉണ്ടാകുന്നു എന്നാണ്. മറ്റുള്ളവർ ഇടുന്ന അടിപൊളി ഫോട്ടോകളും പോസ്റ്റുകളും കാണുമ്പോൾ ആവശ്യമില്ലാതെ അവരുമായി താരതമ്യം ചെയ്തേക്കാം. മറ്റുള്ളവർ എന്തടിച്ചു പൊളിച്ചാ ജീവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു രസവുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇതിനെക്കുറിച്ചുള്ള ഒരു ബൈബിൾ വാക്യം പറയുന്നത്, ഓരോരുത്തരും സ്വന്തം പ്രവൃത്തി വിലയിരുത്തട്ടെ, അപ്പോൾ തന്നെ മറ്റാരുമായി താരതമ്യപ്പെടുത്താതെ തന്നിൽ തന്നെ അഭിമാനിക്കാൻ അയാൾക്ക് വകയുണ്ടാകും. ഗലാത്യർ 6:4. ഇനിയും എന്താണ് സ്വാർത്ഥത? സ്വാർത്ഥതയെക്കുറിച്ച് ഒരു ടീച്ചർ എഴുതിയത്, അവരുടെ വിദ്യാർത്ഥികളിൽ ചിലർ സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിരുന്നു. കാര്യം നേടാൻ വേണ്ടി മാത്രമാണ് അവർ കൂട്ടുകാരെ കൂടെ കൂട്ടിയിരുന്നതെന്നാണ്. അതെ, ചിലർ സുഹൃത്ത് ബന്ധങ്ങളെ കാണുന്നത് ആവശ്യം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓൺലൈനിലെ നിങ്ങളുടെ പോസ്റ്റുകൾ കണ്ടാൽ നിങ്ങൾ മത്സരബുദ്ധിയുള്ള ഒരാളാണെന്ന് തോന്നുമോ? നിങ്ങൾ ഒരു വലിയ സംഭവമാണെന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എന്ന് അത് കാണിക്കുമോ? ഇതിനെക്കുറിച്ചുള്ള ഒരു ബൈബിൾ വാക്യം പറയുന്നത്, നമുക്ക് ദുരഭിമാനികളാകാതിരിക്കാം, പരസ്പരം മത്സരിക്കുന്നതും അസൂയപ്പെടുന്നതും ഒഴിവാക്കാം. ഗലാത്യർ 5:26. നിങ്ങൾക്ക് ചെയ്യാനാകുന്നത് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എത്രത്തോളം ടെക്നോളജി ഉപയോഗിക്കുന്നു എന്ന് ചിന്തിക്കുക. ടെക്നോളജി നിങ്ങളുടെ അടിമയാണെങ്കിൽ, അതായത് നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നെങ്കിൽ, സുഹൃത്തുക്കളുമായി സംസാരിക്കാനും അവരുമായുള്ള ബന്ധം ശക്തമാക്കാനും നിങ്ങൾക്ക് കഴിയും. അതിനെക്കുറിച്ചുള്ള ഒരു ബൈബിൾ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹം ക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, വീമ്പിളക്കുന്നില്ല, വലിയ ആളാണെന്ന് ഭാവിക്കുന്നില്ല, മാന്യതയില്ലാതെ പെരുമാറുന്നില്ല, സ്വാർത്ഥതയോടെ തൻകാര്യം നോക്കുന്നില്ല, പ്രകോപിതമാകുന്നില്ല, ദ്രോഹങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13:4-5 വാക്യങ്ങൾ. ഇനിയും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറിച്ച് വയ്ക്കാൻ കഴിയും. അതെന്താണെന്ന് നോക്കാം. എപ്പോഴും മെസ്സേജുകളും ഇമെയിലുകളും അയക്കുന്നതിന് പകരം ആളുകളുമായി നേരിട്ട് സംസാരിക്കാനും സമയം കണ്ടെത്തുക. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ സൈലൻറ്റ് മോഡലാക്കുക. ഇനിയും നിങ്ങളോട് തന്നെ ചോദിക്കുക, പരസ്പരം താല്പര്യമെടുക്കുന്ന യഥാർത്ഥ സുഹൃത്തുക്കൾ എനിക്കുണ്ടോ? സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ എത്ര കൂടെ ഫോൺ കോളുകളും മെസ്സേജുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടുന്ന ഫോട്ടോകളും കമൻറ്റുകളും കാണുമ്പോൾ എന്നെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്തയെന്ന് മറ്റുള്ളവർക്ക് തോന്നുമോ? സോഷ്യൽ മീഡിയയിൽ കുറേ സമയം ചെലവഴിച്ച് കഴിയുമ്പോൾ എനിക്കെന്താണ് തോന്നുന്നത്? നല്ല കൂട്ടുകാരെ കണ്ടെത്തുന്നതിൽ
ടെക്നോളജി എനിക്കൊരു തടസ്സമാകാറുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? ബൈബിൾ പറയുന്നത്, നിങ്ങൾ സ്വന്തം താല്പര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ താല്പര്യം കൂടി നോക്കണമെന്നാണ്. ഫിലിപ്പിയർ 2:4. കൂട്ടുകാരെ കിട്ടണമെങ്കിൽ സമയവും ശ്രമവും വേണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അധികം കൂട്ടുകാരൊന്നും കാണണമെന്നില്ല. ഒത്തിരി കൂട്ടുകാരില്ലെങ്കിലും ഉള്ള കൂട്ടുകാർ നല്ലവരായിരിക്കണം. അങ്ങനെയുള്ളവർ എപ്പോഴും നിങ്ങളുടെ താല്പര്യം നോക്കും, നിങ്ങൾ അവരുടെയും.